അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം. 1 കപ്പ് പാല്, 1/4 കപ്പ് റവ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി അളവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് വേണം. മിൽക്ക് മെയ്ഡ് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂണിലും കുറവാണ് പെരിഞ്ജീരകം, ഒന്ന് ചതച്ച് വെച്ചതാണ്. പിന്നെ ഒരു 3 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും. ആദ്യം നമ്മൾ പഴവും അതുപോലെ തന്നെ പാലും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി പഴം ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ഇതിപ്പോ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ചതച്ച് വെച്ച പെരിഞ്ജീരകം, മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ. അപ്പം ഇതിനിപ്പോൾ അധികം മധുരമൊന്നും വേണമെന്നില്ല. പക്ഷെ ആ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു വേറൊരു ടേസ്റ്റാണല്ലോ. അതാണ് നമ്മളിപ്പം നമ്മൾ പഞ്ചസാര കൊണ്ട് ഒരു പാനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ ഗുലാബ് ജാമുൻ ഒക്കെ ചെയ്യുന്ന പോലെ അതിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം പഞ്ചസാര മധുരം ഒരു പ്രശ്നമല്ല. അപ്പം ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഏതാണ്ട് മിക്സ് ആയിട്ട് കുറച്ചൊരു കട്ടിയുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ എടുത്തു വെച്ചില്ലായിരുന്നു, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു തരി വരാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടെ ഇടുന്നത്. ഇനി വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. റവ ആകുമ്പോൾ നമുക്കറിയാം റവയുടെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും റവ പെട്ടെന്ന് വെള്ളം അങ്ങ് പിടിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ കുറച്ച് സമയം നമുക്കിങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുക. ഒരു അരമണിക്കൂർ അത്രയെങ്കിലും വെക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു തിക്നെസ്സാണ് ഉള്ളത്. ആ ഒരു പാകത്തിലാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കുക തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടച്ച് ഒരു അരമണിക്കൂർ വെക്കാൻ പോവാണ്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് പഞ്ചസാരയുടെ ഒരു ലായനി പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചുട്ടെടുത്തിട്ട് അതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി ആദ്യം നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഈക്വൽ എമൗണ്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ 3/4 കപ്പായിരുന്നു പഞ്ചസാര എടുത്തത്. ഇപ്പോൾ ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 കപ്പോ 1 കപ്പോ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് അലിഞ്ഞ് വന്ന് കുറച്ചൊന്ന് കട്ടിയാവുന്ന ആ പരുവത്തിലേക്ക് വരണം. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി തിക്കാവണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണം കിട്ടാൻ അതുകൊണ്ട് തന്നെ പൊടിച്ചൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പം ഇതിൻ്റെ കളറൊക്കെ കണ്ടോ കുറച്ചൊരു വ്യത്യാസമൊക്കെ വന്ന്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചുട്ടെടുത്തിട്ട് ഇതൊരു ഇളം ചൂടല്ലേ, ഒരു വാമായിട്ടുള്ള അപ്പോൾ തന്നെ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി ചീഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഓയിൽ ഒഴിച്ചു ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസിൽ പറയാത്ത ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ച് നെയ്യ്. അപ്പോൾ നെയ്യ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ നെയ്യിലും ചുട്ടെടുക്കാം കേട്ടോ, ഹെൽത്തി അല്ല എങ്കിലും. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാവണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചുട്ടെടുക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലോ, ഇനിയിപ്പോൾ വലിയ ബേണർ ആണെങ്കിൽ അതും കൂടി കുറച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും.
അപ്പോൾ നമ്മളിനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോൾ മറ്റേ അറ്റത്തേക്ക് അതിങ്ങനെ നീണ്ടു പോകും കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പഴംപൊരിയുടെ ഒരു ഷേപ്പ് പോലെ ഉണ്ടാവുക. ഇതെടുത്തിട്ട് നമുക്കിനി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ സ്വീറ്റ് ഏത്തക്ക വെച്ചുണ്ടാക്കിയ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നമ്മളെ വാഴയ്ക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി പോലെ തന്നെ ഉണ്ടല്ലേ. പിന്നെ വേറൊരു പറയാനില്ല, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഷുഗർ സിറപ്പിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടല്ലേ എടുത്തത്. അപ്പോൾ അതിന് പകരം അതിനിപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ആക്കിയിട്ട് ചെയ്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു. പക്ഷേ ഈ സിറപ്പ് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും, ഉള്ളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആയുധങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ നോക്കാം അല്ലേ, കട്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടതാട്ടോ, വേറെ ഒന്നുമല്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട് കേട്ടോ. എനിക്കൊക്കെ ഒരു പാകത്തിനുള്ള മധുരമാണ്. പിന്നെ ആ ഷുഗർ സിറപ്പിൻ്റെ അത് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആ ഒരിതും പിന്നെ പഴത്തിൻ്റെ ആ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കരം സോഫ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഗുലാബ് ജാമുനൊക്കെ അല്ലേ അതുപോലെ സോഫ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മധുരം കൂടുതലായിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടി ആ മാവിലൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്കൊക്കെ ഇത് കണക്കാണ് കേട്ടോ. പിന്നെന്താ നല്ല സൂപ്പറാണ് എന്തായാലും. അപ്പം നമുക്കൊരു ചേഞ്ചിന് വേണ്ടി എപ്പോഴും പഴമൊക്കെ പഴുത്ത് കഴിയുമ്പം നമ്മൾ പഴംപൊരിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ ഷേപ്പൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു സ്പൂണിലാക്കി ഉണ്ട പോലെ അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയതായിട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പഴമൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.